എല്ലാം ക്ഷമിക്കാൻ, എല്ലാം മറക്കാൻ കൃപയേകു കരുണാമയ. ഹൃദയം നുറുങ്ങുന്നു, മനമിടറുന്നു, നിൻ സ്നേഹമോർക്കുമ്പോൾ, നിൻ സ്നേഹമോർക്കുമ്പോൾ. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറയുന്നത് 2 പുത്രന്മാരുടെ ഉപമയാണ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, നീ ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞുവെങ്കിലും പിന്നെ അവൻ അനുതപിച്ച് തോട്ടത്തിലേക്ക് പോയി. രണ്ടാമത്തെ അവന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാമപ്പ എന്നുത്തരം പറഞ്ഞു, എങ്കിലും പോയില്ല താനും. ഈ 2 പേരിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തെ മകനെന്ന് അവൻ ഉത്തരം പറയുകയാണ്. 2 മക്കളുടെയും വൈരുദ്ധ്യമാർന്ന പെരുമാറ്റ ശൈലിയെ വിലയിരുത്തുമ്പോൾ യഹൂദ മത നേതൃത്വത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. വാഗ്ദാനങ്ങളെക്കാൾ ഉപരി പ്രവർത്തനം ഇവിടെ സംഭവിക്കുകയാണ്. പലരും യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുമെങ്കിലും അവർ ക്രിസ്തീയ തത്വങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിന് പിന്നിലായിരിക്കും. ചിലർ മതപരമായ ചടങ്ങുകൾക്ക് സംബന്ധിക്കുവാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും അവർ യേശുവിനും ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരിക്കാം. ഒരു സഹായം ചോദിക്കുമ്പോൾ അത് നിരസിക്കുന്നവരെക്കാൾ വാഗ്ദാനങ്ങൾ നിറവേറ്റാത്തവരാണ് ഈ സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഒന്നാമത്തെ പുത്രൻ കാപട്യമില്ലാത്തവരെ പ്രതിദാനം ചെയ്യുന്നു. തന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ചയെ അവൻ തിരുത്തുകയാണ്. വാക്കുകൾക്ക് വിലയുണ്ടാകുന്നത് പ്രവർത്തനങ്ങളിലൂടെ അത് വെളിപ്പെടുമ്പോഴാണ്. ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനം നാം ദൈവത്തോട് നടത്തുവാൻ പാടില്ല. യേശു പറഞ്ഞു, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അവർ യേശുവിനെ ശ്രവിക്കുകയും അനുതാപത്തിന്റെ പാതയിലേക്ക് വന്ന് ജീവിതം അഴിച്ചു പണിയുകയും ചെയ്തു എന്നതാണ്. രണ്ടാമത്തെ പുത്രൻ യഹൂദരെയും, അതായത് ദൈവത്തിന്റെ മുമ്പിൽ സംപ്രീതരാണ് എന്ന ധാരണയിൽ കഴിയുന്നവരുമാണ്. പക്ഷേ ഒന്നാമത്തെ പുത്രനോ വിജാതീയരെയും പശ്ചാത്താപത്തിലുള്ള ജീവിതം അഴിച്ചു പണിയുവാൻ സന്മനസ് കാണിച്ചവരെയുമാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ 2 കൂട്ടത്തിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? പരിശുദ്ധമായ നോയമ്പിന്റെ സമയങ്ങളിൽ ഒന്ന് ചിന്തിക്കുക. സഹോദരങ്ങളെ, നമുക്കൊന്ന് അനുതപിക്കണ്ടേ? കർത്താവിലേക്ക് ഒന്ന് തിരിയണ്ടേ? നമുക്ക് അനുതാപ ഹൃദയത്തോടെ കർത്താവിനോടുകൂടി ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ ഒന്ന് ചേർന്ന് നിൽക്കാം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് പശ്ചാത്താപം തോന്നാറില്ലേ? എനിക്കത് ചെയ്യാമായിരുന്നു എന്ന്, എങ്കിലും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് തോന്നാറില്ലേ? പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വരാം. ശത്രുക്കളെ സ്നേഹിക്കുവാനും അന്യോന്യം ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനുമുള്ള മനസ്സ് പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ നോയമ്പിന്റെ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരാം. ഇതിനായി നമ്മെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ധ്യാന ചിന്തയിൽ നിന്നും വിരമിക്കുന്നു. നന്ദി.